Hello everyone, welcome back to our channel My Home, My Heaven. വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മൾ ആരുമില്ല. നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്, അല്ലേ? എന്നാൽ പലപ്പോഴും നമുക്കത് സാധിക്കാറില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു സാധാരണ ദിവസം പ്ലാൻ ചെയ്തെടുക്കാറ് എന്നുള്ളതാണ്. വീട്ടിലെ ജോലികളെല്ലാം നേരത്തെ തീർത്ത് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്ന് നോക്കാം. നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിലും ജോലികളെല്ലാം നേരത്തെ തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെ അല്പം നേരത്തെ എണീക്കുക എന്നുള്ളത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും രാവിലെ നേരത്തെ തന്നെ എണീക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ വീട്ടിലെ എല്ലാ ജോലികളും നമുക്ക് വളരെ ഈസി ആയിട്ടും ഒട്ടും സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവുക, സമയവും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളൊരു ഹാബിറ്റ് എന്നും ഫോളോ ചെയ്യാറുണ്ട്. അതിനുശേഷം എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ പ്ലാനർ എന്ന് പറയുന്നത് കുക്കിങ്ങിലും ക്ലീനിങ്ങിലും ഒക്കെ ആവശ്യമാണ്. ഈ പ്ലാനറിനനുസരിച്ച് നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്തുകൊണ്ട് എണീക്കുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തീർക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതിന് പ്ലാനറിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളായി എങ്ങനെ ചെയ്ത് തീർക്കാം. ഇതിൽ ഞാൻ എന്നും രാവിലെ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ തുണികൾ വാഷ് ചെയ്യാൻ ഇടുന്നതും അതുപോലെ തന്നെ ബെഡിങ്ങും. രാവിലെ എണീറ്റ വഴിക്ക് തന്നെ ബെഡെല്ലാം വിരിച്ചിടുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുക്കിങ്ങിലേക്ക് കടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിലാദ്യത്തേത് എന്ന് പറയുന്നത് ഒരു വ്യക്തമായ ഒരു മെനു പ്ലാനാണ്. ഒരാഴ്ചത്തേക്കുള്ള മെനു പ്ലാന് നേരത്തെ കൂട്ടി തന്നെ തയ്യാറാക്കി വെക്കാറുണ്ട്. അങ്ങനെ മെനു പ്ലാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളുടെ വേസ്റ്റ് കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ രാവിലെ ഇനി ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ആലോചിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു മെനു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുള്ളത് എപ്പോഴും ഒരു ദിവസത്തെ ജോലികളിൽ കുക്കിംഗ് ആണ് ആദ്യം ചെയ്ത് തീർക്കാറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മുടെ ക്ലീനിങ്ങിലേക്കും കാര്യങ്ങളിലേക്കെല്ലാം പോവാറുള്ളത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് മിക്കവരും അത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ കുട്ടികളാണെങ്കിലും നമ്മളായാലും നമ്മൾ വേറെ ജോലികൾക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ അത് തീർക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വൈകിക്കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാനും, പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊന്നും ചിലപ്പോൾ അവർക്ക് ക്ഷമ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മളായാലും അതെ, വർക്ക് ചെയ്ത് ടയേർഡായി കഴിഞ്ഞാൽ പ്രോപ്പർ സമയത്ത് ഫുഡ് കഴിക്കാൻ അങ്ങനെയൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്കിലും ആദ്യം നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് കുക്കിങ്ങിന് തന്നെയാണ്. അന്നത്തേക്ക് വേണ്ട എല്ലാ ഫുഡും റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ക്ലീനിങ് ആയാലും ഡീപ്പ് ക്ലീനിങ് എല്ലാ വർക്കിലേക്കും പോകാൻ വേണ്ടിയിട്ട്. ഞാൻ സാധാരണയായിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ജോലികളിലേക്ക് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ കിച്ചനെ കുറിച്ച് ആലോചിക്കാനേ ഇല്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് നല്ല സമയമെടുത്ത് ഒട്ടും ടെൻഷനില്ലാതെ ബാക്കി ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അതുപോലെ തന്നെ ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിന് ഒപ്പം തന്നെ അന്ന് രാത്രിയിലേക്ക് വേണ്ട എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിനോടൊപ്പം തന്നെ ചെയ്ത് വെക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞ് കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതേ ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ ബാക്കി ക്ലീനിങ് ആയാലും തുണികൾ കഴുകിയിടലായാലും അതെല്ലാം ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും.
മെനു പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാൻ ക്ലീനിങ്ങും പ്ലാൻ ചെയ്യാറുള്ളത്. ഇന്നും ചെയ്യുന്ന 2 കാര്യം എന്ന് പറയുന്നത് ലിവിങ് റൂം അടിച്ചുവാരി തുടയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ഏരിയകളും നമ്മുടെ പ്ലാനറിൽ എഴുതിയത് പ്രകാരം ഓരോ ദിവസം ഓരോ ഏരിയകളായിട്ട് മാത്രമാണ് ചെയ്യാറുള്ളത്. അത് ചില ദിവസം ബെഡ്റൂം, ഒരു ദിവസം കിഡ്സ് ബെഡ്റൂം, മറ്റൊരു ദിവസം പൊടി എല്ലാം തട്ടി തുടയ്ക്കുക. ഇതുപോലെ നമ്മൾ ഓരോ ദിവസവും ഡിവൈഡ് ചെയ്ത് ജോലികൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സമയം കിട്ടും. എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഫ്രീ ടൈം കിട്ടുകയില്ല. ഒന്നും നമുക്ക് വളരെ ഭംഗിയായിട്ടോ നീറ്റായിട്ടോ ചെയ്യാനും പറ്റില്ല. ഒരു മടുപ്പോടും ഒട്ടും ഇഷ്ടമില്ലാതെയൊക്കെ നമ്മൾ ആ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും വളരെ ഈസി ആയിട്ടും സ്മൂത്തായിട്ടും കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ സാധാരണയായിട്ട് എൻ്റെ ഓരോ സാധാരണ ദിവസങ്ങളും ഇതുപോലെ ചെറിയ പ്ലാനിങ്ങോട് കൂടിയൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ മക്കളുടെ കൂടെ കുറച്ച് നേരം കളിച്ചിരിക്കാനും ഒക്കെ സമയം കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.